ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിലെത്തിയ നിവിനെ ചോദ്യം ചെയ്യുക രാജേശ്വരി. കാവേരിയെ റിസോർട്ടിൽ ജോലിക്ക് കൊണ്ടുവന്നതും നിവിനും റിസോർട്ടിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചതും അമ്മയെ സഹായിക്കാനുള്ള വികൃതിയാണെന്ന് താൻ തെറ്റിദ്ധരിച്ചതും റിസോർട്ടിൽ ഒരാൾ ജോലിക്ക് വരുന്നത് കൊണ്ടുള്ള ശുഷ്കാന്തിയാണെന്ന് തിരിച്ചറിയാൻ താൻ വൈകിപ്പോയെന്നും രാജേശ്വരി കുറ്റപ്പെടുത്തുന്നുണ്ട്. അവൾ ഇറങ്ങിപ്പോയതിന് പിന്നാലെ നീയും ഇറങ്ങിപ്പോയി. പേരിനിവിടെ അന്തി ഉറങ്ങുന്നേയുള്ളൂ. നീ എപ്പോഴാ വരുന്നെന്നും എപ്പോഴാ പോകുന്നെന്നും എനിക്ക് പോലും അറിയില്ല എന്ന് രാജേശ്വരി കുറ്റപ്പെടുത്തേ. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ എന്ന് ദേഷ്യത്തോടെ നിവിനും ചോദിക്കുക. നീ ഇവിടെ നിൽക്കണ്ട, പോയിക്കോ എന്ന് രാജേശ്വരി പറയേ. എങ്ങോട്ട് എന്ന് നിവിനും. തിരുവനന്തപുരത്തേക്ക്. മുടങ്ങിപ്പോയ പഠിത്തമുണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യേ. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമില്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കാം, അതല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട വേറെന്തെങ്കിലും എന്ന് രാജേശ്വരി പറയേ. വേണ്ടമ്മേ, പുതിയ കോഴ്സൊക്കെ പഠിക്കാൻ പോയാലേ അതിന്റെ കണക്ക് ഞാൻ പിന്നീട് കേൾക്കേണ്ടി വരും എന്ന് നിവിനും പറയുന്നുണ്ട്. എനിക്കിവിടെ കയ്യാളിന്റെ ആവശ്യമില്ല, അതിനിവിടെ ആസിഫുണ്ട് എന്ന് രാജേശ്വരി പറയേ. എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള ബുദ്ധി ആരുടേതാണമ്മേ? അമ്മയുടേതോ അതോ ജയപാൽ നങ്കിളിന്റേതോ എന്ന് നിവിൻ സംശയത്തോടെ ചോദിക്കേ. ജയപാലേട്ടനെ പറയണ്ട, നീ കാണിക്കുന്ന കണ്ണന്തിരിവുകളെല്ലാം അറിയാമായിരുന്നിട്ടോ രാഗിണിയുടെ പ്രപ്പോസൽ ജയപാലേട്ടൻ പിൻവലിച്ചിട്ടില്ല എന്ന് രാജേശ്വരിയും പറയുന്നുണ്ട്. ഓ, ആ ഔദാര്യം വേണ്ടായിരുന്നല്ലോ. അതിനാര് പോകുന്നു രാഗിണിയെ കല്യാണം കഴിക്കാൻ എന്ന് നിവിൻ പുച്ഛത്തോടെ ചോദിക്കേ. പറയുന്നത് അനുസരിച്ചാ മതി. രാഗിണിയുമായുള്ള കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് നിന്നെ അറിയിക്കാം, അപ്പൊ വന്നാ മതി, ഇവിടെ നിൽക്കണ്ട എന്ന് രാജേശ്വരി തീർത്തു പറയുക. അമ്മയ്ക്കോ ജയപാൽ അങ്കിളിനോ തലയ്ക്കടി കിട്ടുമ്പോ ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോവാനും ഞാൻ എന്താ അമ്മേ കളിപ്പാവയാണ്? പ്രായപൂർത്തിയായ ഒരു പുരുഷനാ ഞാൻ. എന്ത് പഠിക്കണം, ആരോട് മിണ്ടണം, എവിടെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. തൽക്കാലേ എന്റെ അമ്മ അതോർത്തൊന്ന് ടെൻഷൻ അടിക്കണം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞവൻ അകത്തേക്ക് കയറി പോവുകയാണ്. രാവിലെ ആവുമ്പോ മുറ്റത്ത് നിന്ന് അമ്മയെ കോൾ ചെയ്യുക വിനീത്. ഞാൻ നോക്കട്ടെ വരാൻ പറ്റുമോന്ന്. ഇവിടെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് എന്നവൻ പറയുമ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് വരുന്ന ഗംഗയും അവനെ ശ്രദ്ധിച്ചു നിൽപ്പാ. അതുകൊണ്ട് പരിഭ്രമത്തോടെ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിനീത് പെട്ടെന്ന് ആ കോൾ കട്ട് ചെയ്യുക. ഗംഗ അവന്റെ അരിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരാ വിനീതേട്ടാ എന്ന് ചോദിക്കും. എവിടെ എന്ന് വിനീതും. ഫോണിൽ ആരായിരുന്നു എന്ന്. ഫോണിലോ? അതിന് ഫോൺ എവിടെ എന്നവൻ ചോദിക്കാതെ. ആ പോക്കറ്റിലുണ്ട്, ഞാൻ എടുക്കണോ എന്ന് ഗംഗയും ചോദിക്കുക. ചമ്മലോടെ വേണ്ട, എനിക്ക് എടുക്കാൻ അറിയാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞവൻ തന്റെ മൊബൈൽ കയ്യിലെടുക്കുക. ദേ വിനീതേട്ടാ കളിക്കല്ലേ, ആ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ ഗംഗ കൈ നീട്ടെ. എന്തിനാ ഗംഗയെ? ഗംഗയ്ക്ക് ഗംഗയുടെ ഫോണില്ലേ എന്ന് വിനീത് ചോദിക്കുന്നു. മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് ചോദിച്ച് ഗംഗ അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങാനായി നോക്കുകയാണ്. അവർ തമ്മിൽ പിടിവലി കൂടുന്നത് കണ്ട് സിറ്റൗട്ടിലേക്ക് വരുന്ന നിള അതുകൊണ്ട് അയ്യേ എന്ന് പറഞ്ഞ് നാണത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. നിള നോക്കി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്ന വിനീതിന്റെ കയ്യിൽ നിന്ന് ഗംഗ ഫോൺ പിടിച്ചു വാങ്ങുമ്പോഴേക്കും നിള എന്ന് വിനീത് പറയേ. നിളയ്ക്കെന്താ എന്ന് ഗംഗയും. നിള കണ്ടു എന്ന് വിനീത് പറയേ. നിള എന്തു കണ്ടു? ഗംഗ എന്നെ കടന്നാക്രമിക്കുന്നത് എന്ന് വിനീതും. കണ്ടെങ്കിലേ കണക്കായിപ്പോയി, ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞ് ഗംഗ അവന്റെ മൊബൈലുമായി പോവാൻ തുടങ്ങുമ്പോഴേക്കും അവളെ തടഞ്ഞ് നിക്ക് കഷ്ടമുണ്ട് ഗംഗ, ആരെങ്കിലും കണ്ടാ വിചാരിക്കും ഗംഗ സംശയരോഗിയായ ഒരു ഭാര്യയാണെന്ന് എന്ന് വിനീത് പറയേ. ഞാൻ ഇത്തിരി സംശയരോഗിയാണെന്ന് തന്നെ കരുതിക്കോട്ടെ. വിനീതേട്ടന് ഞാൻ എപ്പോഴും കാണുന്നതേ ഒരു കാമുകിയുടെ കൂടെയാ. ആ ബന്ധം മുറിക്കാനാ ഈ ഫോൺ ഓപ്പറേഷനൊക്കെ എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ കാമുകിയോ? അതാര് എന്ന് വിനീതും. നിവിൻ എന്ന് ഗംഗ പറയേ. നിവിൻ? അയ്യോ അവനോ എന്ന് വിനീതും. നിവിൻ ഇവിടെ വന്നതിൽ പിന്നെ വിനീതേട്ടൻ എപ്പോഴും സയാമീസ് ഇരട്ടകളെ പോലെയാ നടക്കുന്നത്. അതിന്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് ഗംഗ പറയേ. അതിന് നിവിൻ എന്ത് ചെയ്തുന്നാ എന്ന് വിനീതും. എന്ത് ചെയ്തെന്നോ? കുടുംബാംഗത്തിനൊപ്പം ഒരു പുരുഷൻ കല്യാണ പ്രായമായ പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ സ്ഥിരമായി കയറി ഇറങ്ങുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് അയാളുടെ അമ്മ വന്ന് പറയുന്നു അയാൾ അവരെ വല വീശി പിടിച്ചിരിക്കുകയാണ്. നാട്ടിൽ കഥ ഇറങ്ങാനും ആ പെൺകുട്ടികളുടെ ജീവിതം തന്നെ വഴിമുട്ടാൻ വേറെ എന്തെങ്കിലും വേണോ വിനീതേട്ടാ? അതുകൊണ്ട് വീട്ടിലായാലും പുറത്തായാലും ഫോണിലായാലും അത്തരക്കാരുമായുള്ള സമ്പർക്കം നമുക്ക് വേണ്ട വിനീതേട്ടാ. 6 പെണ്ണുങ്ങൾ താമസിക്കുന്ന വീട്ടിലെ സുരക്ഷാ മുൻകരുതലായി കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞവൾ അവന്റെ മൊബൈൽ നോക്കുമ്പോഴേക്കും അവൻ സംസാരിച്ചിരുന്നത് അമ്മയോടാണെന്ന് കണ്ട് വിനീതേട്ടൻ സംസാരിച്ചിരുന്നത് അമ്മയോടാ? സുജാത അമ്മായിയോടായിരുന്നു വിനീതേട്ടാ എന്നവൾ ചോദിക്കേ. അതെ എന്ന് വിനീതും. എന്താ സുജാത അമ്മായിക്ക് വിശേഷം എന്ന് ഗംഗ ചോദിക്കേ. ഗീതേച്ചിയും ദാസേട്ടനും പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നവൻ പറയേ. അവർക്ക് കിട്ടിയതൊന്നും പോരെ എന്ന് ഗംഗയും ചോദിക്കുക. പോരാന്നാ പറയുന്നത്. ഇപ്പോഴും കുറെ പണം ചോദിച്ചാ വന്നിരിക്കുന്നത്, കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അമ്മയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കത്രേ എന്ന് വിനീത് ടെൻഷനോടെ പറയേ. അതിന് അമ്മയുടെ കയ്യിൽ എവിടുന്ന കാശ് എന്ന് ഗംഗയും ചോദിക്കുക. കയ്യിലില്ലെങ്കിലും ബാങ്കിലുണ്ടല്ലോ, അമ്മയുടെ പെൻഷൻ കാശടക്കം എല്ലാം അതിലാ. ഗീതേച്ചിക്ക് അത് അറിയാൻ ചെയ്യാം എന്ന് വിനീത് പറയുന്നുണ്ട്. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് പണം ചോർത്താൻ വന്നവരാണോ അവര് എന്ന് ഗംഗയും ചോദിക്കുക. അതുപോലെ കൊടുത്തേ തീരുന്നുള്ളൊരു ലൈനാ, ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് തന്നെയാ. ലക്ഷങ്ങളാ ചോദിക്കുന്നത് അവര്.
പണവുമായി ചെന്നാ മതിയെന്ന് പറഞ്ഞിട്ട് അമ്മ ബാങ്കിൽ പോയിരിക്കുക. അവിടുന്ന് എന്നെ വിളിച്ചത്. പണവുമായി അല്ലാതെ കയറി ചെല്ലാൻ അമ്മയ്ക്ക് ഭയമാണെന്ന് എന്ന് പറഞ്ഞ് ഒരു പരുങ്ങലോടെ ഗംഗയെ നോക്കി എന്നോട് അങ്ങോട്ടൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചു. എന്നവൻ പറയേ, വിനീതേട്ടാ ആരുടെ ഫോണാണെന്ന് ചോദിച്ചപ്പോ എന്താ അമ്മായിയാണെന്ന് പറയാഞ്ഞത്? ആളാരാണെന്ന് അറിയാതിരിക്കാൻ വിനീതേട്ടൻ ഫോൺ കട്ട് ചെയ്യുകയാ ചെയ്തത് എന്നവൾ ചോദിക്കേ, പേടിച്ചിട്ട് തന്നെയാ ഗംഗ എപ്പോഴും പറയാറില്ലേ, എന്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, മനസ്സ് സങ്കീർത്തനത്തിലാണെന്ന്. അങ്ങനെ ഇനിയും ഗംഗയെ കൊണ്ട് പറയിക്കേണ്ടെന്ന് കരുതി. എന്നവൻ പറയേ, വിനീതേട്ടനോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ സുജാതമ്മായി എന്നവൾ ചോദിക്കുന്നുണ്ട്. ഓ എന്ന് വിനീത് പറയേ, എന്നാ വിനീതേട്ടനായിട്ട് പോകുന്നില്ല, നമ്മൾ ഒരുമിച്ച് പോവും എന്നവൻ പറയുന്നത് കേൾക്കെ വിനീതും സന്തോഷത്തോടെ ഗംഗയുടെ കൈ കവർന്നെടുത്ത് പുഞ്ചിരിയോടെ നോക്കി നിൽപ്പാ. പുറത്തൊരിടത്ത് വണ്ടി ഒഴിച്ചു പോകുന്ന കാവേരിയുടെ പുറകെ കാവേരി കാവേരി എന്ന് വിളിച്ച് അവളുടെ പുറകെ വന്ന് അവളെ വണ്ടിയുമായി ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട് നിവിൻ. കാവേരി പ്ലീസ്, എനിക്ക് സംസാരിക്കാനുണ്ട് കാവേരി, ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. ഞാൻ മാപ്പ് പറഞ്ഞില്ലേ കാവേരി, ഞാൻ വേണമെങ്കിൽ കാവേരിയുടെ വീട്ടുകാരോടും മാപ്പ് പറയാം, അതെത്ര വേണമെങ്കിലും. കാവേരി പ്ലീസ്, എനിക്കൊന്ന് സംസാരിക്കണം, എങ്ങനെ അവഗണിച്ച് പോവല്ലേ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് നിവിൻ പറയേ. നിവിൻ, എനിക്കൊന്നും സംസാരിക്കാനില്ല, എന്നെ നിവിന് മനസ്സിലാവുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് കാവേരിയും പറയുന്നുണ്ട്. നിവിൻ തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കാവേരി അമ്മയുടെ പേരിൽ ഞാൻ മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കേ, അതുകൊണ്ട് എന്താ വ്യത്യാസം നിവിൻ? ഈ പുഷ്പവാടിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും നിവിന്റെ അമ്മാവൻ കുറുകെ വരും. വീട്ടിലിപ്പോ നിവിന്റെ അമ്മയും, എനിക്ക് വീട്ടിലെങ്കിലും മനസ്സമാധാനം വേണം നിവിൻ എന്നവൾ പറയേ. കാവേരി, പഴയതുപോലെ നമുക്ക് സംസാരിച്ചൂടെ, അത് അമ്മ അറിയണമെന്നുണ്ടോ എന്ന് നിവിനും. നിവിൻ, എന്റെ കുടുംബത്തിലുള്ള ആർക്കും ഒരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളാ ഞാൻ. ഞാൻ മൂലം എന്റെ കുടുംബത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ടാവാൻ പാടില്ല എന്നവൾ പറയുമ്പോഴേക്കും അതുവഴി വരുന്ന വിശാലും വണ്ടി നിർത്തി അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിൽപ്പാ. എനിക്കിപ്പോ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിവിൻ, പുതിയൊരെണ്ണം കൂടി വലിച്ചു വെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവൾ തന്റെ സ്കൂട്ടിയും എടുത്ത് പോവുകയാ. കാവേരി എന്നൊക്കെ നിവിൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ വണ്ടി ഓടിച്ചു പോവുകയാ. നിവിൻ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, ആരെല്ലാം എന്തെല്ലാം വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് തന്നെ മാത്രമാണ് കാവേരി ഇഷ്ടം. കാവേരി, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മാത്രമായിരിക്കും. കാവേരി, ഐ ലവ് യു എന്ന് അവൻ വിളിച്ചു പോകുന്നത് അപ്പുറത്ത് വണ്ടി നിർത്തി ശ്രദ്ധിക്കുകയായിരുന്ന വിശാലും കേൾക്കുന്നുണ്ട്. അപ്പോ എന്റെ ചേച്ചിയോ എന്നവൻ ടെൻഷനോടെ മനസ്സിലോർക്കുകയാ. പിന്നീട് സങ്കീർത്തനത്തിൽ വീണ്ടും എത്തിയ കാളിദാസ് കഴുത്തിന് ബെൽറ്റ് എല്ലാം ഇട്ട് ബെഡിലിരിക്കുക. പൊന്നോയുടെ കളിപ്പാട്ടവുമായി വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ചുമ്മാ അവിടെ ഇരുന്ന് പി അടിക്കാതെ നിന്റെ തള്ള ചത്തൊന്ന് നോക്കിയിട്ട് വാടി എന്ന് കാളിദാസ് വിളിച്ചു പറയേ. ചത്തില്ലെന്ന് പറഞ്ഞേക്കടി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗീതയും അങ്ങോട്ട് വരികയാ. അറിഞ്ഞതിൽ സന്തോഷം. ഒരു ഗ്ലാസ് ചുക്കുവെള്ളം എടുക്കാനാണോടി 1/2 മണിക്കൂർ എന്ന് ദാസേട്ടൻ ചോദിക്കേ. ചുക്ക് എവിടെ ഇരിക്കുന്നതെന്ന് പാത്രം നോക്കി കണ്ടുപിടിക്കണ്ടേ? അമ്മയോട് ചോദിച്ചപ്പോ ഏതോ സമരക്കാരുടെ നടുവില വലിയ ബഹളം എന്നവൾ പറയേ. ദാസ് അവളുടെ കയ്യിൽ നിന്ന് ചുക്കുവെള്ളം വാങ്ങി കുടിക്കുക. സമരക്കാർക്ക് നടുവിലോ? അവർ ബാങ്കിൽ നിന്ന് കാശ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്? ബാങ്കിൽ തന്നെയാണെന്ന് പറയുകയും ചെയ്തല്ലോ. അതെന്തോ ഉടായിപ്പാണല്ലോ. ദേ, ഇത്തവണ അവരുടെ പതിവ് പരിപാടി ഇറക്കാനാണെങ്കിൽ ദാസിന്റെ തനിക്കോണം അറിയുവേ എന്ന് ദാസേട്ടൻ പറയേ. ദാസേട്ടൻ എന്തിനാ എന്നോട് തട്ടിക്കയറുന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ അമ്മ ഓരോന്ന് ചെയ്യുന്നതെന്ന് ഗീതയും ചോദിക്കേ. നീ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യണമായിരുന്നടി. അങ്ങനെയാണെങ്കിൽ നീ മിടുക്കിയാണെന്ന് ഞാൻ പറയും. കൂട്ടുകാരുടെ ഓരോരുത്തരുടെ ഭാര്യമാരെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ കഥയെല്ലാം ഓർക്കുമ്പോ കൊതിയാവുക. പെൺമക്കളൊന്ന് കരഞ്ഞു കാണിച്ച അമ്മമാർ മനസ്സലിഞ്ഞ് ഓരോന്ന് എടുത്തു കൊടുക്കും, സ്വർണമായിട്ടും പണമായിട്ടും. അതിന്റെ പകുതി മിടക്ക് നിനക്കുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്റെ കഴുത്തിൽ ഈ കോളറും വന്നു കയറില്ലായിരുന്നു എന്ന് ദാസേട്ടൻ പറയുന്നതുകൾക്ക് ദേഷ്യത്തോടെ മുഖം തിരിക്കുക ഗീതയും. അവിടെ സ്നേഹതീരത്ത് മഴയത്ത് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുകയാ നിള. കാവേരി അവളെ ഓടിച്ചെന്ന് പിടിച്ചുകൊണ്ട് വരികയാ. പിന്നീട് നിളയെ വിളിച്ചിരുത്തി പഠിപ്പിക്കുക കാവേരി. മഴ പെയ്ത അപ്പ ചാടിക്കോളും. ഇവിടെ ഇരുന്ന് 2 അക്ഷരം പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, എഴുതങ്ങോട്ട് എന്ന് പറഞ്ഞ് ഡിക്റ്റേഷൻ നടത്തുകയാ കാവേരി. ഇനി അടുത്തത് ഋഷി. ശ്രദ്ധിച്ചെഴുതണം. നിന്നോടല്ലടി ശ്രദ്ധിച്ചെഴുതണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവളുടെ കൈത്തണ്ടയിൽ ഒരു നുള്ളു വെച്ച് കൊടുക്കുകയാ. അപ്പോഴാണ് അവർക്കുള്ള ചായയുമായി അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മ എന്ന് പരിഭവത്തോടെ നിലവിളിക്കേ. എന്താടി നുള്ളല്ലേ, സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അമ്മയും. എത്ര തവണ പറഞ്ഞു കൊടുത്തതാ, എന്നിട്ടും തലയിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചവൾ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അതെങ്ങനെയാ, മൊബൈലിലും റീലിലും ഒക്കെയല്ലേ ശ്രദ്ധ എന്ന് കുറ്റപ്പെടുത്തേ. ഇംഗ്ലീഷ് ഞാൻ നല്ല പോലെ എഴുതുന്നില്ലേ, മലയാളത്തിലല്ലേ ഇത്തിരി കുഴപ്പമുള്ളൂ എന്ന് നിളയും. അതെന്താടി, മലയാളം നിനക്ക് അതുപോലെ പഠിച്ചാ എന്ന് കാവേരി ചോദിക്കേ. ഈ ഋഷിന്റെ ഇറ് പോലത്തെ കൂടെ അക്ഷരങ്ങളല്ലേ മലയാളത്തിലുള്ളത്. ഈ ഇറ് കൊണ്ട് ഋഷിക്കല്ലാതെ വേറെ ആർക്കാ ഉപയോഗം എന്ന് നിള ചോദിക്കേ. ഒരു ചിരിയോടെ ഇറ് കൊണ്ട് മലയാളത്തിൽ കുറെ അധികം വാക്കുകളുണ്ട് മോളെ. ഋഷഭം, ഋതു, ഋണം, ഋഗ്വേദം, ഋതുമതി, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഋണമോ? അതെന്താ അമ്മേ എന്ന് കാവേരിയും ചോദിക്കുക. ഋണമെന്ന് വെച്ചാ കടം, ബാധ്യത എന്നമ്മ പറയേ. അങ്ങനത്തെ വാക്കുകളൊക്കെ മലയാളത്തിലുണ്ടോ
എന്ന് കാവേരിയും ചോദിക്കുക. ഞങ്ങൾ പഴയ ആൾക്കാർക്കറിയുന്ന പല മലയാള വാക്കുകളും നിങ്ങൾക്കറിയില്ല. അത് ദോഷമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ പറയുന്ന പലതും ഞങ്ങൾക്കും പിടികിട്ടാറില്ല. മക്കളുടെ മുന്നിൽ ചെറുതായി പോകണ്ടെന്ന് കരുതി ചിരിച്ചോണ്ട് നിൽക്കുന്നേയുള്ളൂ എന്ന് അമ്മ പറഞ്ഞു നിർത്തുമ്പോഴാണ് അമ്മ ഏതുവരെ പഠിച്ചു എന്ന് കാവേരി ചോദിക്കുന്നത്. അത്യാവശ്യം പഠിച്ചിട്ടൊക്കെയുണ്ട്, പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാൻ 10ന്റെ പടി കടന്നിട്ടില്ല. ഇംഗ്ലീഷ് കുറച്ച് പാടായിരുന്നു, കണക്കും എങ്കിലും പാസ്സാവുമായിരുന്നു എന്നമ്മ പറയേ. എന്നാലും ഈ കണക്കെന്ന് വെച്ചാ എന്താ അമ്മയെന്ന് നിളയും ചോദിക്കുന്നുണ്ട്. കണക്കെന്ന് വെച്ചാ മാത്സ്. എന്നിട്ട് പറ അമ്മയെന്ന് കാവേരിയും. 9ാം ക്ലാസ്സിൽ പരീക്ഷയുടെ സമയത്താ അമ്മയുടെ മരണം. അതോടെ 51 അക്ഷരങ്ങളും അടുപ്പിലായി. പെണ്ണുങ്ങൾ പഠിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലെന്നാ അന്നത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാട്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? അന്ന് ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു എന്നമ്മ പറയുന്നത് കേൾക്കെ അമ്പരപ്പടെ കവിതയോ? മൈ ഗോഡ് എന്ന് കാവേരി. അതെന്താ, ഞാൻ കവിത എഴുതിയാ കൊള്ളൂലേ എന്നമ്മ ചോദിക്കും. അങ്ങനെയൊന്നുമില്ലമ്മേ, അമ്മ എഴുതിയതൊരെണ്ണം ചൊല്ലമ്മേ എന്ന് കാവേരിയും. അതൊന്നും വേണ്ട, ശരിയാവില്ല എന്ന് ശാരദ പറയേ. പ്ലീസ് അമ്മേ പ്ലീസ് എന്ന് നിലയും അപേക്ഷിക്കുന്നുണ്ട്. ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ, കളിയാക്കരുത് എന്ന് ശാരദ പറയേ. ഇല്ലെന്നേ എന്ന് കാവേരിയും. കവിതയോർത്തുകൊണ്ട് കണ്ടച്ചിരിക്കുമ്പോഴാണ് ശാരദ മൂക്ക് വെച്ച് മണം പിടിക്കുന്നത്. പെട്ടെന്നാണ് അടുക്കളയിലെ കാര്യം ഓർമ്മ വരുന്നത്. യോ, അടുപ്പിൽ പരിപ്പ് കരിയുന്ന മണം എന്ന് പറഞ്ഞ് ശാരദ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടുകയാ. അവിടെ സങ്കീർത്തനത്തിൽ സിറ്റൗട്ടിൽ ഇരിപ്പ കാളിദാസ്. പൊന്നു അങ്ങോട്ട് വന്ന്, അച്ഛാ എന്നെ ഇവിടുത്തെ സ്കൂളിലാണോ ചേർക്കുന്നേ എന്ന് ചോദിക്കുക. നിനക്ക് എന്താടി ഇപ്പൊ അറിയണ്ടേ? നിന്നെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണോ അമേരിക്കയിലെ സ്കൂളിൽ ചേർക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ദാസിനെ ചോദ്യം ചെയ്യാനൊന്നും ആരും നിൽക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തുമ്പോഴാണ് വിനീത് ഗംഗയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. സിറ്റൗട്ടിലേക്ക് കയറി പൊന്നൊന്ന് സന്തോഷത്തോടെ ഗംഗ വിളിക്കേ. ഗംഗ ആന്റിന്ന് വിളിച്ച് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് പൊന്നു. വിനീതും സിറ്റൗട്ടിലേക്ക് കയറി സുഖമല്ലേ അളിയ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ ഗീതയോടായി, എവിടെയാടി നിന്റെ തള്ള, അല്ല അമ്മ എന്ന് ദാസ് ചോദിക്കുന്നു. അമ്മ വന്നിട്ടില്ല അളിയ, ഞങ്ങളെ വന്നിട്ടുള്ളൂ എന്ന് വിനീത് പറയേ. ഞാൻ എന്റെ ഭാര്യയോടാ ചോദിച്ചതെന്ന് കാളിദാസ്. ഓ, ഭാര്യയോടാ ചോദിച്ചതെന്ന് വിനീത് ഗീതയോടായി പറയേ. അമ്മ എവിടെയാണെന്ന് അറിയില്ല ദാസേട്ടാ, ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഗീത പറയേ. ഇനിയും വിളിക്കടി, എനിക്കറിയണം എന്തിനാ ഈ ഗുണ്ടകളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് എന്ന് ദാസ് പറയേ. ചുറ്റുപാട് നോക്കി, ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ അളിയ എന്ന് വിനീതും. എടാ നീ കളിക്കില്ലേ, ഉമിനീര് പോലും നേരെ ചൊവ്വ ഇറക്കാൻ വയ്യാതെ നിൽക്കുവാ ഞാൻ. എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലേ നിന്റെ പെങ്ങളിപ്പോ നടു നിവർത്തി നേരെ നിൽക്കില്ലായിരുന്നു. അതെന്റെ മാന്യതയാണെന്ന് കൂട്ടിക്കോ എന്ന് ദാസ് പറയുന്നതിനിടയിൽ ഗീത അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. വിനീതും ചോദിക്കുന്നുണ്ട്, 1 മിനിറ്റ് മുമ്പ് അതളിയന്റെ ഭാര്യ ആയിരുന്നില്ലേ, ഇപ്പൊ എന്റെ പെങ്ങള് മാത്രമായോ? അല്ലെങ്കിലും വേറൊരാളുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങളോട് തീർക്കുന്നത് മോശമല്ലേ അളിയ? ഇനി അളിയൻ അഥവാ പക വീട്ടണമെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന്റെ പേരിലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും എണ്ണക്കേടുണ്ടായാലേ അവർക്ക് തൈലവും കുഴമ്പും വാങ്ങാനും പരിചരിക്കാനുമായിട്ട് കാലാകാലങ്ങളും ഓടേണ്ടത് അളിയൻ തന്നെയല്ലേ? അല്ലാതെ ഭാര്യ വീട്ടുകാര് റിപ്പയർ ചെയ്ത് തരേണ്ട കളിപ്പാട്ടമാണ് പെണ്ണെന്ന് കരുതിയോ? അളിയൻ കൈവെക്കാനൊന്നും നിക്കല്ലേ, 10 പൈസ ഇവിടുന്ന് തരില്ല എന്ന് വിനീതും പറയുന്നുണ്ട്. ദാസും ദേഷ്യത്തോടെ, എടാ നരിമറ്റം തറവാട്ടിലേക്ക് മുമ്പും പെണ്ണുങ്ങളെ കെട്ടിക്കുകയും അവിടുന്ന് കെട്ടിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ കടലിൽ കൊണ്ടുപോയി തള്ളിയെന്നല്ല ഞങ്ങൾ വിചാരിക്കുന്നത്. ഭാര്യ വീട്ടുകാർക്ക് ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെയുണ്ട് എന്ന് ദാസ് പറയേ. ഒരു ചിരിയോടെ, ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ഈ ബാധ്യതയൊന്നും ഇല്ല അളിയ. അയാള് ചായയും നാരങ്ങ വെള്ളവും ഒക്കെ കുടിച്ച് കപ്പലണ്ടിയും കുറച്ച് ഇരുന്നാ മതിയോ എന്ന് വിനീത് ചോദിക്കേ. ഞാൻ എന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും ഒക്കെ നിറവേറ്റിയിട്ടുണ്ടോന്ന് നീ നിന്റെ പെങ്ങളോട് ചോദിച്ചു നോക്ക് എന്ന് ദാസ് പറയേ. എന്തിനാ ചോദിച്ചു നോക്കുന്നത്? ഭാര്യ വീടിന്റെ പടിക്കൽ വന്ന് കൈനീട്ടി നിൽക്കുന്നത് കണ്ടാൽ അറിയാലോ എന്ന് വിനീതും പരിഹസിക്കുകയാണ്. ഭാര്യ വീട്ടിൽ അട്ടിപ്പേർ കിടന്ന് അവരുടെ ചിലവിൽ ജീവിക്കുന്ന നീയാണോടാ എന്നെ ഉപദേശിക്കുന്നത്? നരിമറ്റത്തിൽ സ്വർണ്ണമ്മയുടെ മകൻ കാളിദാസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ അത് ഭാര്യ വീടിന്റെ പടിക്കൽ കൈ നീട്ടി നിൽക്കാനല്ലെന്ന് നീ മനസ്സിലാക്കിക്കോ. 3.5 ലക്ഷം രൂപ ഇന്ന് ബാങ്ക് സമയം കഴിയുന്നതിന് മുന്നേ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഗീതയോട് നീങ്ങി നിൽക്കാനായി പറഞ്ഞ്, അല്ലെങ്കിലേ ഇതെടുക്ക ചരക്കാണെന്നും പറഞ്ഞ് തിരിച്ചേൽപ്പിച്ച് രസീതും വാങ്ങിക്കൊണ്ട് പോകും കാളിദാസൻ. കുറച്ചു മുമ്പേ നീ ചോദിച്ചില്ലേ, 1 മിനിറ്റ് മുമ്പേ അതെന്റെ ഭാര്യ ആയിരുന്നല്ലോ, ഇപ്പൊ നിന്റെ പെങ്ങൾ മാത്രമായോന്ന്? ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഭാര്യ എന്ന് പറയുന്നത് കോടതി പോയാ മാറ്റിയെടുക്കാവുന്ന ബന്ധമാ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പിന്നെ ഇവിടെ കിടന്ന് പുഴുവരിച്ച് ചാവുന്നത് നിന്റെ പെങ്ങള് മാത്രമായിരിക്കും, ഈ കാളിദാസന്റെ ഭാര്യയാവില്ല എന്ന് കാളിദാസ് പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ ദേഷ്യത്തോടെ, എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിച്ച് കാളിദാസിന്റെ അരികിലേക്ക് ചെന്ന് അരികിലുള്ള കസേര ചവിട്ടി തെറിപ്പിച്ച്, നേരത്തെ ചെയ്തതേ അഭിനയമായിരുന്നു, ഇനി ഞാൻ മറയില്ലാതെ അങ്ങ് ചെയ്യും എന്ന് പറഞ്ഞ് കാളിദാസന്റെ കഴുത്തിൽ പിടിമുറുക്കുകയാണ്. ഗീത ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും, ഗീതച്ചി ഇവൻ എന്ന് വിനീത് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇനി എന്റെ ദാസേട്ടനെ തൊടുന്നതിന് മുന്നേ നീ എന്നെ കൊന്നേക്കണം
എന്ന് ഗീത പറയുന്നത് കേൾക്കെ വിനീതും വല്ലാതാവുകയാണ്. അച്ഛനെയൊന്നും ചെയ്യലെന്ന് പറ ഗംഗാന്റി എന്ന് പൊന്നു ഗംഗയെ ചേർത്ത് പിടിച്ച് കരയുകയാണ്. ഒന്നുമില്ല മോള് പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഗംഗ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗീത വീണ്ടും പറയുന്നുണ്ട്, ഭാര്യ വീട്ടിലെ അളവറ്റ സമ്പത്തിൽ നിന്ന് കുറച്ച് കോരിയെടുത്ത് വിദേശത്ത് പോയി സുഖിക്കാനല്ല ദാസേട്ടൻ ഇവിടെ വന്ന് പണം ചോദിച്ചത്. ദാസേട്ടനെ നൊന്തുപറ്റ അമ്മ സ്വർണ്ണമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു നടുവേദന എന്ന് മാത്രമേ ആദ്യം കരുതിയുള്ളൂ. ഹോസ്പിറ്റലിലെ ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാ അസുഖം വേറെയാണെന്ന് മനസ്സിലായത്. അസുഖം ശരീരം മുഴുവൻ പടരാതിരിക്കണമെങ്കിൽ അടിയന്തിരമായി ഓപ്പറേഷൻ വേണം. അതും നാളെ. ആ ജീവന്റെ വിലയായിട്ടാ ദാസേട്ടൻ ഇവിടെ വന്ന് 3.5 ലക്ഷം രൂപ ചോദിച്ചത്. നിനക്ക് മാത്രമല്ല അമ്മയുള്ളത്, നിനക്കൊക്കെ കൊടുക്കാവുന്നതാണെങ്കിൽ കൊടുക്ക്. അല്ലാതെ ഇനിയും എന്റെ ദാസേട്ടന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാനും കുതിര കയറാനും ചെല്ലരുത്. ഞാൻ ഇവിടെ കിടന്ന് പുഴുവരിച്ച് ചത്താലും ഞാൻ അങ്ങ് സഹിച്ചു. പോരെ എന്ന് കരച്ചിലോടെ ചോദിക്കുന്നുണ്ട് ഗീത. ദാസേട്ടനും ഗീതയോടായി, ഞാൻ പോട്ടെ ഗീതേ, പണം സംഘടിപ്പിക്കാൻ വേറെ വഴി എന്തേലും ഉണ്ടോന്ന് നോക്കാം. നിന്നെയും കുഞ്ഞിനെയും ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ഉപേക്ഷിച്ച് കളയാനല്ല. ഇത്രയും നാണം കെട്ടെങ്കിലും പണം കിട്ടിയ അത് വാങ്ങിച്ചോണ്ട് വരാലോ. പണം പിച്ച വാങ്ങിയതാണെങ്കിലും ജീവൻ രക്ഷിക്കാനാവുമല്ലോ. അമ്മയായി പോയില്ലേ എന്നതാ സങ്കടത്തോടെ പറയേ. ടെൻഷനോടെ അളിയ എന്ന് വിളിക്കുന്നുണ്ട് വിനീത്. കാളിദാസും അത് മൈൻഡ് ചെയ്യാതെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുകയാ. പൊന്നു ഓടിച്ചെന്ന് അച്ഛനെ ചുറ്റിപ്പിടിച്ച്, അച്ഛൻ എന്തേലും പറ്റിയോ എന്ന് ചോദിക്കേ. ഇല്ല പൊന്നു എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുക കാളിദാസും. ടെൻഷനോടെ നിൽക്കുന്ന വിനീതിന്റെ തോളത്ത് കൈവച്ച്, വിനീതേട്ടാ എന്ന് ഗംഗ വിളിക്കേ. ചെയ്യുന്നതൊക്കെ പിഴക്കെയാണല്ലോ ഗംഗെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. യമുനയെ വിശാൽ ചതിയിൽപ്പെടുത്തുന്നതും അവളെ കാണാനില്ലാത്തതറിഞ്ഞ് ശാരദയും കുടുംബവും വിഷമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.